ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് ഒറ്റ കാര്യം പറയാനുണ്ട്. അതായത് 26 വർഷക്കാലം ഓർമ്മ വെച്ച കാലം മുതൽ കോൺഗ്രസിൽ വിശ്വസിച്ചിരുന്നവനും എന്നാൽ വോട്ടവകാശം ലഭിച്ച് 26 വർഷം ചെയ്ത വോട്ടും പ്രകാരം കോൺഗ്രസിൽ വിശ്വസിച്ചിരുന്നവനുമായ ഞാൻ പറയുകയാണ്, ഇനി ഒരു വോട്ട് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പാർട്ടി നോക്കാതെ ഞാൻ BJP ചെയ്യും. ഞാൻ മറ്റുള്ളവരാരും പറയുന്നില്ല. എൻ്റെ നിലപാടനുസരിച്ച് ഒരു പട്ടിക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ വാലാട്ടും. ഞാൻ എൻ്റെ നിലപാട് പറയുകയാണ്. കാരണം ഞാൻ വാലാട്ടും, BJP-നോട് വാലാട്ടും. ഞാൻ മെമ്പർഷിപ്പ് എടുത്തിട്ടല്ലേ ഈ പറയുന്നത്. VD സതീശൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത്. താങ്കൾ വിചാരിക്കുന്ന പോലെ ഞങ്ങളെല്ലാവരും BJP-കാരൊന്നുമല്ല. എൻ്റെ ഇക്കാലം അത്രയും എൻ്റെ ഓർമ്മയിലും ഞാൻ BJP-കാർ ഇവിടെ കണ്ടിട്ടില്ല. അത് താങ്കൾ മനസ്സിലാക്കുക. താങ്കൾ വല്ലതും കിടന്ന് പൊലമ്പല്ലേ. താങ്കൾ ഇവിടെ വന്ന് അന്വേഷിച്ചിട്ട് പൊലമ്പ്. ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസ്സുകാരുടെയും കോട്ടയാണ്. മനസ്സിലായ? അത് മാറിയും മറിഞ്ഞിരിക്കും. എന്തേ ഞങ്ങളുടെ പഞ്ചായത്തിനെ കുറിച്ച് താങ്കൾക്ക് അറിവുള്ളതല്ലേ? ഞങ്ങളുടെ പഞ്ചായത്ത് ഭരിക്കുന്നവരാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇല്ലേ? ഞങ്ങളുടെ ഈ വാർഡ് മെമ്പർ പോലും കോൺഗ്രസ്സുകാരത്തിയാണ്. മനസ്സിലായില്ലേ? പിന്നെ ഈ BJP എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം ഞങ്ങളുടെ ഇടയിലേക്ക് വന്നൊരു വാക്ക് തന്ന്, ആ വാക്കിൻ്റെ ഒരു പ്രതീകമാണ് ആയിരിക്കുന്ന സ്റ്റാച്ചു. താങ്കൾ പലതൊക്കെ പൊലമ്പടേന് നേരമായി. ആ നേരം കൊണ്ട് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ ആദ്യം അന്വേഷിക്കുക. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഏണസ്റ്റ്. ചേട്ടാ, ഇപ്പോൾ ചേട്ടനടക്കമുള്ള ആളുകൾ BJP-യിലേക്ക് അംഗത്വം എടുത്ത് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഈ കട്ട് ചെയ്തല്ലേ എണ്ണാവടത്തല്ലേ ഓണയോ? ചേട്ടാ നമസ്കാരം. പേരെന്തായാലും ഏണസ്റ്റ്. ഈ ചേട്ടാ, ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അദ്ദേഹം പറയുന്നത്, നിങ്ങൾ മുനമ്പത്ത് ഇന്നലെ BJP-യിൽ അംഗത്വമെടുത്ത ആളുകളെല്ലാവരും തന്നെ ആദ്യ കാലഘട്ടങ്ങളിൽ BJP-യിൽ ഉണ്ടായിരുന്ന ആളുകളാണ്, നിങ്ങളാരും കോൺഗ്രസ്സുകാരല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്താണ് അഭിപ്രായം? അത് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് മറ്റൊന്നാണ്. കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് അനുസൃതമായി അവർ ഞങ്ങൾക്ക് രക്തത്തിൽ അലിയിപ്പിച്ച് തരികയും അതോടൊപ്പം തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരികയും ചെയ്ത നിലപാടനുസരിച്ച് ഞങ്ങൾ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ കോൺഗ്രസ്സിലാണ് വിശ്വസിച്ചിരുന്നത്. രാജീവ് ഗാന്ധി എന്നുള്ള ആ ഒരു പ്രധാനമന്ത്രി തുടങ്ങി കോൺഗ്രസ് എന്നുള്ള ചിന്താഗതിയാണ് എൻ്റെ രക്തത്തിലുണ്ടായിരുന്നത്. പിന്നെ വോട്ടവകാശം ലഭിക്കുന്ന 18ാമത്തെ വയസ്സ് തുടങ്ങി ഈ കഴിഞ്ഞ 26 വർഷക്കാലത്തോളം കോൺഗ്രസ്സിന് തന്നെയാണ് വോട്ട് ചെയ്തിട്ടുള്ളതും. പിന്നെ ഇപ്പം ഇവിടെ ഇത് ഉന്നയിക്കപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം പ്രതിപക്ഷ നേതാവ് ഇന്ന് എന്തോ ഒരഭിപ്രായം പറഞ്ഞ് ഇവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും തന്നെ BJP-കാരായിരുന്നു, അവരാണ് ഈ തുടർന്ന് പോയിക്കൊണ്ടിരിക്കണമെന്ന്. എന്നാൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് ഒറ്റ കാര്യം പറയാനുണ്ട്. അതായത് 26 വർഷക്കാലം ഓർമ്മ വെച്ച കാലം മുതൽ കോൺഗ്രസിൽ വിശ്വസിച്ചിരുന്നവനും എന്നാൽ വോട്ടവകാശം ലഭിച്ച് 26 വർഷം ചെയ്ത വോട്ടും പ്രകാരം കോൺഗ്രസിൽ വിശ്വസിച്ചിരുന്നവനുമായ ഞാൻ പറയുകയാണ്, ഇപ്പോഴും ഞാൻ BJP മെമ്പർഷിപ്പ് ഒന്നും എടുത്തിട്ടില്ല. അദ്ദേഹം പറയുന്നത് പോലെ ഇപ്പോഴും ഞാൻ BJP മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. എങ്കിലും ഇനി ഒരു വോട്ട് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പാർട്ടി നോക്കാതെ ഞാൻ BJP ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നാണ്. കാരണം ഞങ്ങളുടെ ഭവനം നഷ്ടപ്പെടുന്നു, ഞങ്ങളുടെ പറമ്പ് നഷ്ടപ്പെടുന്നു, ഞങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസം നടത്താൻ പറ്റാത്ത സാഹചര്യം വരുന്നു, ഞങ്ങളുടെ മക്കളുടെ വിവാഹം കഴിപ്പിച്ചു വിടാൻ പറ്റാത്ത സാഹചര്യം വരുന്നു. കാരണം ഞങ്ങൾ അനുദിനം കൂലിക്ക് വേലെടുക്കുന്നവരാണ്. ഞങ്ങളുടെ കയ്യിൽ സമ്പാദ്യങ്ങളൊന്നുമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രോപ്പർട്ടി കൊണ്ടുപോയി ഈ പറഞ്ഞ സഹകരണ ബാങ്കിലും മറ്റുള്ള ബാങ്കിലൊക്കെ പണയപ്പെടുത്തിയിട്ട് വേണം ഞങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസം അതോടൊപ്പം തന്നെ മക്കളുടെ വിവാഹം എന്നുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട്. ഇപ്പം മെയിനായിട്ടൊരു കാര്യം പറയണ, +2 കഴിഞ്ഞ എൻ്റെ മകനെ അടുത്ത വർഷം ഏതെങ്കിലും ഒരു കോഴ്സിന് ചേർക്കണമെങ്കിൽ ചുരുങ്ങിയത് 1 ലക്ഷം രൂപ വേണം. ഈ 1 ലക്ഷം രൂപ ഉണ്ടാക്കാനായിട്ട് എൻ്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ലാത്ത ഈ സാഹചര്യത്തിൽ എൻ്റെ പ്രോപ്പർട്ടി പണയപ്പെടുത്തിയിട്ടാണ് എൻ്റെ മക്കളെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. പക്ഷേ എന്ന് ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുന്നുവോ എന്നാണ് ബാങ്കുകളെല്ലാം ഞങ്ങളെ ഈ പട്ടയോ അല്ലെങ്കിൽ ആധാരമോ ഈടെടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ലോണൊക്കെ പാസ്സാക്കി തരുന്നത്. അതുവരെ ഞങ്ങളുടെ മക്കളുടെ ഭാവി വരെ ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാത്തിനും കാരണം ഈ വാക്ക് പറഞ്ഞ ഈ VD സതീശ് ഈ പ്രതിപക്ഷ നേതാവ് ഞങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെ ഉണ്ട്. എന്താണ് ഇത് വഖഫ് ഭൂമിയല്ല. പക്ഷേ ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പോലും ഞങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടിട്ട് വർഷങ്ങളാകുന്നു. അങ്ങനെയുള്ളിടത്ത് എൻ്റെ മകൻ്റെ ഭാവി വരെ അടുത്ത വർഷം നഷ്ടപ്പെട്ടു പോകുന്നതിന് ഞാൻ കൂലിപ്പണിക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളിടത്ത് ഈ പറഞ്ഞ കോൺഗ്രസിനെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ വോട്ട് ചെയ്യാൻ ഒരിക്കലും നിൽക്കത്തില്ല. അത് മാത്രമല്ല, ഞങ്ങൾക്ക് ഇപ്പം അനുകൂലമായ ഒരു നിയമ നടപടി കേന്ദ്രത്തിൽ, അതായത് ലോകസഭയിലും രാജ്യസഭയിലായാലും ഞങ്ങൾക്കത് എടുത്തൊന്ന് നിങ്ങൾക്ക് നേരെ കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് പറയണത്, താങ്കൾ ഇവിടെ ഈ ക്രിസ്മസിൻ്റെ അന്ന് ഞങ്ങളോടൊപ്പം ഇവിടെ വന്ന് ഉപവാസം ഇരുന്ന് പോയി, താങ്കൾക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു?
താങ്കൾ പറഞ്ഞ വാക്ക് നടപ്പിലാക്കാൻ താങ്കൾക്ക് സാധിച്ച? താങ്കൾ കടലിലെറിയുമെന്ന് പറഞ്ഞു. ആരാ കടലിലെറിഞ്ഞത്? ഒരുപക്ഷെ ആ നിയമത്തിലൊരു മാറ്റം വരുത്തിയിട്ട് ആ മാറ്റം വരുത്തിയതെങ്കിലും കടലിലെറിയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി സാർ ഇടപെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വഴിയായിട്ട് അതോടൊപ്പം തന്നെ BJP എന്ന പാർട്ടിയുടെ സഹായം കൊണ്ടിട്ടാണ് ഞങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത്. അല്ലാതെ നേരെ മറിച്ച് ഇപ്പം ഹൈബിഡം പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാനതിപ്പോൾ പറയുന്നില്ല, കാരണം എല്ലാവരും അത് പൊങ്കാലിട്ട് കഴിഞ്ഞ്. കാരണം അദ്ദേഹം പറയാൻ പാടില്ലാത്ത വാക്ക് എൻ്റെ അപ്പൻ ജോർജ് ഈഡനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സാധിച്ചു തരുമെന്ന് പറഞ്ഞിട്ട് ഈ നിമിഷം വരെ അദ്ദേഹം ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഇല്ല. ഞങ്ങളുടെ മക്കളുടെ ഭാവിയാണ്. ഞങ്ങളുടെ ഭാവി പോയിക്കോട്ടെ, ഞങ്ങൾ ഏതായാലും മുക്കോന്മാരാണ്, ഞങ്ങളുടെ ഭാവി പോയി കിടക്കാൻ കുഴപ്പമില്ല. ഞങ്ങളുടെ മക്കൾ പഠിക്കാൻ കഴിവുള്ളവരാ. പഠിച്ചു വരുന്ന നേരത്ത് ഇനി ഒരു കോഴ്സിന് ചേർക്കാൻ പറ്റാത്ത വിധത്തിൽ ഞങ്ങൾക്ക് റവന്യൂ അവകാശങ്ങൾ തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞിരുന്നുകൊണ്ട് ഞങ്ങൾ ജയിപ്പിച്ചിട്ട ഞങ്ങളുടെ ആ MP ആയിട്ടുള്ള ആ ഹൈബിഡം പോലും ഞങ്ങളെ കുതുകാലി വെട്ടിയിട്ടാണ് പോയിരിക്കുന്നത്. തെണ്ടിത്തരമാണ് അദ്ദേഹം കാണിച്ചത്. നിങ്ങൾക്ക് എന്ത് വിലയാണ് ഇവർ തന്നിരിക്കുന്നത്? ഞങ്ങൾക്ക് എന്ത് വില? ഞങ്ങൾക്ക് പട്ടിയുടെ വിലയില്ല. ഇപ്പം ഞാൻ മറ്റുള്ളവരാരും പറയുന്നില്ല. എൻ്റെ നിലപാടനുസരിച്ച് ഒരു പട്ടിക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ വാലാട്ടും. ഞാൻ എൻ്റെ നിലപാട് പറയുകയാണ്. കാരണം ഞാൻ വാലാട്ടും, BJP-നോട് വാലാട്ടും. ഞാൻ മെമ്പർഷിപ്പ് എടുത്തിട്ടല്ലേ ഈ പറയുന്നത്. VD സതീശൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കേൾക്കാൻ വേണ്ടി പറയുന്നത്. താങ്കൾ വിചാരിക്കുന്ന പോലെ ഞങ്ങളെല്ലാവരും BJP-കാരൊന്നുമല്ല. എൻ്റെ ഇക്കാലം അത്രയും എൻ്റെ ഓർമ്മയിൽ ഞാൻ BJP-കാർ ഇവിടെ കണ്ടിട്ടില്ല. അത് താങ്കൾ മനസ്സിലാക്കുക. താങ്കൾ വല്ലതും കിടന്ന് പുലമ്പല്ലേ? താങ്കൾ ഇവിടെ വന്ന് അന്വേഷിച്ചിട്ട് പുലമ്പ്. ഇത് കമ്മ്യൂണിസ്റ്റുകാരെയും കോൺഗ്രസ്സുകാരെയും കോട്ടയാണ്. മനസ്സിലായ? അത് മാറിയും മറിഞ്ഞിരിക്കും. എന്തേ ഞങ്ങളുടെ പഞ്ചായത്തിനെ കുറിച്ച് താങ്കൾക്ക് അറിവുള്ളതല്ലേ? ഞങ്ങളുടെ പഞ്ചായത്ത് ഭരിക്കുന്നവരാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇല്ലേ? ഞങ്ങളുടെ ഈ വാർഡ് മെമ്പർ പോലും കോൺഗ്രസ്സുകാരത്തിയാണ്. മനസ്സിലായില്ലേ? പിന്നെ ഈ BJP എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം ഞങ്ങളുടെ ഇടയിലേക്ക് വന്നൊരു വാക്ക് തന്ന്, ആ വാക്കിൻ്റെ ഒരു പ്രതീകമാണ് ആയിരിക്കുന്ന സ്റ്റാച്ചു. താങ്കൾ പലതൊക്കെ പൊലമ്പടേന് നേരമായി. ആ നേരം കൊണ്ട് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ ആദ്യം അന്വേഷിക്കുക. ആ സ്റ്റാച്ചു കൊണ്ടുവന്ന് അദ്ദേഹം ഇവിടെ സ്ഥാപിച്ചിട്ട് ഞങ്ങളോടൊരു വാക്ക് പറഞ്ഞ്, നിങ്ങളുടെ കാര്യത്തിന് തീർപ്പാകുന്നത് വരെ ഞാനും മോദിജിയും BJP പാർട്ടിയും ഉണ്ടാകുമെന്ന്. ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് സാറേ. പ്രതിപക്ഷ നേതാവിനോടാണ് ഞങ്ങൾ പറയണത്. നിങ്ങളും മര്യാദക്ക് നിന്നിരുന്നെങ്കിലേ നിങ്ങൾക്ക് ഇപ്പോൾ അടുത്ത ഇലക്ഷനിൽ നിങ്ങൾക്ക് വോട്ട് കിട്ടി നിങ്ങൾ ഭരണത്തിലെത്തിയാണ്. പക്ഷേ ഇല്ലേ, ഇപ്പം നിങ്ങൾ കലം ഉടക്കുകയാണ് ചെയ്തത്. ഈ കലം ഉടച്ചിട്ടും നിങ്ങൾ വേണ്ടാത്തത് പറഞ്ഞിട്ട് നടക്കല്ലേ? കാരണം ഞാൻ BJP-കാരനായിട്ടല്ല ഈ നിമിഷം വരെ പറയുന്നത്. 26 കൊല്ലം കോൺഗ്രസ്സിന് വോട്ട് ചെയ്തിട്ടുള്ളവനാണ് ഞാൻ. എൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ട്. എൻ്റെ അമ്മ കമ്മ്യൂണിസ്റ്റുകാരത്തിയായിരുന്നു, പക്ഷെ എൻ്റെ അപ്പം കോൺഗ്രസ്സുകാരനായതുകൊണ്ട് എൻ്റെ രക്തത്തിലുണ്ടായിരുന്നതാണ് കോൺഗ്രസ് എന്നുള്ള ചിന്താഗതി. പക്ഷേ ഈ നിമിഷം ഇവിടെ ഇത് പോകാൻ കാരണം ഉണ്ടെങ്കിലേ ഞങ്ങളുടെ മക്കളുടെ ഭാവി നഷ്ടപ്പെട്ടു പോകുന്നതിന് കാരണം നിങ്ങൾ കൂടിയാണെന്നുള്ള ബോധ്യം കൊണ്ടിട്ടാണ് ഞങ്ങൾ ഈ പറയുന്നത്. പിന്നെ താൻ വെറുതെ പൊലമ്പല്ലേ സാറേ, പൊലമ്പല്ലേ. നിങ്ങൾ പറയുന്നത് പോലെ ഒരു കുഞ്ഞും ഇവിടെ BJP-കാരുണ്ടായിരുന്നില്ല. നിങ്ങളത് പറഞ്ഞ് ആശ്വസിക്കാൻ ശ്രമിക്കണമെങ്കിൽ പരസ്പരം കോൺഗ്രസ് മെമ്പേഴ്സ് പരസ്പരം പറഞ്ഞു നടന്നു. കാരണം അവർ BJP-കാരായിരുന്നെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട. പിന്നെ ഇനിയിപ്പോൾ ചിലപ്പോൾ 100 പേരോ 150 പേരായിരിക്കുള്ളൂ. എൻ്റെയൊക്കെ മക്കളതേ അടുത്ത വർഷം വോട്ട് പൗരത്വം നേടെയാണ്. അപ്പം ഉണ്ടല്ല ഞങ്ങൾ പറഞ്ഞു പഠിപ്പിക്കാൻ പോണത്. എൻ്റെ മകൻ്റെയും ചിന്താഗതി എന്താണെന്നറിയോ? ഞാൻ കോൺഗ്രസ് ആയതുകൊണ്ട് എൻ്റെ മകൻ കോൺഗ്രസ്സിന് ചെയ്യുമെന്നാണെന്ന് ചിന്താഗതി. അവന് BJP നേതാക്കന്മാരെ കുറിച്ച് യാതൊരു അറിവുണ്ടായില്ല. അവൻ എപ്പോഴും നോക്കുന്നത് കോൺഗ്രസ് നേതാക്കന്മാരെ കുറിച്ചാണ്. കാര്യം പ്രതിപക്ഷത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട അങ്ങയോ പോലുള്ള ആളുകളെ കുറിച്ചാണ് അവൻ നോക്കിയിരുന്നത് വെച്ചത്. പക്ഷേ ഇനി ഞാൻ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കും. ഒരു ഗുണവുമില്ലടാ, ഒരു ഗുണവുമില്ല. കാരണം അവൻ്റെയൊക്കെ ഭാവി വരാൻ പോകുന്ന വിധത്തിലുള്ള പ്രവൃത്തിയാണ് നിങ്ങളുടെ പാഴ്വാക്കുകൊണ്ട് ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ടേ ആ ഒരു ചിന്താഗതി ഇന്ന് ഈ പറഞ്ഞ ആ ഒരു വാക്കുണ്ടല്ല, അത് നിങ്ങൾ തിരുത്ത്. കാരണം ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. BJP-കാർ പുതിയതായിട്ട് രൂപപ്പെട്ടവരാണ്. ആ കൂട്ടത്തിൽ ഇപ്പം ഞാൻ മെമ്പർഷിപ്പ് ആയിട്ടില്ല. ഞാൻ മെമ്പർഷിപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അഥവാ നിങ്ങളത് വിചാരിക്കേണ്ട. അവർ എനിക്ക് മെമ്പർഷിപ്പ് തന്നാലും ശരി, ഞാനത് ആഗ്രഹിക്കണമില്ല, എടുക്കാൻ തീരുമാനിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ എന്നെ തന്നെ അവരുടെ മുമ്പിൽ ഒരു പട്ടിയാക്കിയാണ്. കാരണം എന്താ പറയുക, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് ഞങ്ങളെ കിടപ്പാടുമാണ്. ഞങ്ങളുടെ ഭൂമിയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത്. ആ സാധനമാണ് ഇവർ പിടിച്ചു തന്നത്. അതുകൊണ്ട് ഞാൻ വാലാട്ടും. ഞാൻ അവർക്ക് വേണ്ടി വോട്ട് ചെയ്യും. ഇത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് ഈ പ്രദേശത്തിൻ്റെ ഒരു വ്യക്തി എന്നുള്ള നിലപാടിൽ ഞാനത് പറയുകയാണ്.